ഒരു രക്ഷയില്ല. ഇതാ പുലികള് ഒന്ന്, ഇതാ രണ്ട്, ഒരു ചെറിയ വഴി മൊത്തം പുലിയുടെ ആട്ടാണ്. പുലിയാട്ടം എന്ന് പറഞ്ഞാൽ പുലിയാട്ടം. ബാക്കിയൊക്കെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. സൗബിൻ പൊളിച്ച്. അടിപൊളി ഉളപ്പൻ. നല്ല പടം, അടിപൊളിയായിരുന്നു. നല്ല മൂവിയാ, നല്ല പടം. അടിപൊളിയായിട്ട്. അങ്ങനെ ചെയ്യാനൊരു രസമുണ്ടല്ലോ. അതാ താങ്ക് യു. ഇതുവഴി പോയ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളേതോ ഗ്രില്ലിച്ചെന്ന് അവസാനിക്കും. അതെ. അല്ല, ആ ഒരു സോണിൽ തന്നെ നടക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ പോലെ തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു പുതുമ. ആക്ച്വലി നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ത്രില്ലറിൽ നിന്ന് മാറി വേറൊരു ടൈപ്പ് ഓഫ് ഒരു ത്രില്ലർ കോമഡി. അപ്പൊ നിങ്ങൾ രണ്ടുകൂടെ ഒരുമിക്കുന്ന ആദ്യ സിനിമയാണ്. പ്രേക്ഷകരോടൊപ്പം കണ്ടു കഴിഞ്ഞിട്ടുള്ള എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ? നല്ല റെസ്പോൺസ് അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. കോമഡിയൊക്കെ വർക്കായി, പിന്നെ ഇമോഷൻ സീക്വൻസും എല്ലാ ട്രാക്കും നന്നായിട്ട് വർക്കായി. ഇനി വന്ന് കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ അടുത്ത ഷോട്ട് ആയിക്കോട്ടെ കുറച്ചും കൂടി രസം. അത്രത്തോളം ഒരു പെർഫോമൻസ് ഈ പടത്തിലാണ് കാണാൻ പറ്റിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. താങ്ക് യു. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാലുപേരും പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഉറപ്പായിട്ട് എല്ലാവരും പറയൂലേ? അതേപോലെ എല്ലാവരും പറയാം. എല്ലാവരും പടം കാണാം. അടിപൊളി. നടക്കാം. Everybody, the star cast is brilliant. I loved all the characters and everybody. Sauvin, I think one of his finest. Superb. I absolutely loved it. Oh, Basil and Sauvin, everybody. Yeah, very nice. Really nice. അടിപൊളി പടം. ബേസിൽ ജോസഫ് നല്ല വെറൈറ്റി പോലീസ് വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല വെറൈറ്റി ഹ്യൂമർ എല്ലാം കാണിച്ച്. പിന്നെ അതിനകത്ത് നമ്മുടെ ചെമ്പൻ വിനോദേട്ടൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗബിൻ ചേട്ടൻ്റെ വെറൈറ്റി ഞാൻ വികലാംഗനായിട്ടുള്ള ഒരു നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ളൊരു. എനിക്ക് ശരിക്കും ഗൂസ്ബംസ് വന്നു. കാരണം ഞാൻ കണ്ട സെറ്റ്, പിന്നെ അത്ര നല്ലൊരു മൂവി കണ്ടപ്പോൾ പിന്നെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാം ഇങ്ങനെ കാണുമ്പോൾ. ബോത്തായിട്ടുള്ളൊരു മൂവിയാണ്, അടിപൊളിയാണ്. 2025 ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ആവട്ടെ. ദൈവാനുഗ്രഹം പോലെയാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതുവരെ വന്ന പോലെ അങ്ങനെ സംഭവിക്കുന്നത് എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുക. നമുക്ക് കിട്ടിയ നമ്മുടെ ഭാഗ്യം അത്രേ ഉള്ളൂ. അതെ, ഇത് വെച്ചുകൊണ്ടൊരു സിനിമ ഒന്നുമില്ല. നല്ല റെസ്പോൺസാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. സിനിമ കണ്ടിട്ട് ആരും തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോകുന്നില്ല കഴിഞ്ഞിട്ട്. അപ്പോൾ അവരത്രയും ആസ്വദിച്ചതിൽ ഇൻവോൾവഡ് ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അടുത്ത് ഇറങ്ങിയ മിക്ക സിനിമകളും വിജയമായിരുന്നല്ലോ. അതെ. അപ്പോൾ ബേസിൽ എന്നൊരു നടൻ ഇനി മുന്നോട്ട് ഏതൊരു സ്റ്റാർ ലെവലിലേക്ക് വളരാനായിട്ടൊരു ചാൻസ്? അല്ല, അത് അദ്ദേഹം സ്റ്റാർ തന്നെയല്ലേ. അത് നമ്മൾ ഇനി വളരാനുണ്ട്. അയാൾ ചെയ്ത ഏത് സിനിമയും മോശം? എല്ലാ സിനിമയും ഹിറ്റല്ലേ? ഈ സിനിമ ഹിറ്റാവും. പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ സൗബിൻ ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലാണ് സൗബിൻ്റെ. അപ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമ പുതിയ ഡയറക്ടറാണ് ശ്രീരാജ്. പിന്നെ ഹിറ്റുകൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന അൻവർ റഷീദ് കമ്പനി സിനിമയാണ്. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ട്. എല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും RR ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണലിസം എന്തായാലും സിനിമയ്ക്കുണ്ട്. കൂട്ടത്തിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ചെമ്പൻ വിനോദ്, സൗബിൻ, ബേസിൽ ഇവരൊക്കെ അണിനിരക്കുന്നൊരു സിനിമയാണ്. പേരുണ്ടെങ്കിലും എക്സ്പീരിയൻസ് കോമഡിയുടെ അല്ല, അത് മാത്രമല്ല കേട്ടോ. ഞാൻ പറയുന്നത് പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഈ പോലീസ് സെക്ഷനിലേക്ക് വന്നിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാനടക്കമുള്ള ആളുകൾ ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസിനാണ് എന്നെയൊക്കെ അപ്ലൈ ചെയ്തിട്ട്. ഇതിൽ എനിക്കൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഞാനിതുവരെ സിനിമയിൽ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്
എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഓരോരുത്തരുടെയും അവരുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ എല്ലാവരുടെയും ചേഞ്ചാണ്. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. പടത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പടം കാണുന്നത്. അതാണ് എനിക്കിഷ്ടം. ഫസ്റ്റ് ഡേ തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ ഉള്ളൊരു ഇതിലൊരു ചെയ്യുന്ന ഈ കഥ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റേതായിട്ടുള്ള മനസ്സിലുള്ള ഒരു കഥാപാത്രം ഉണ്ടാവും. അതേപോലെ തന്നെ ശ്രീരാജന് മനസ്സിലുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഉണ്ടായ രീതിയിൽ അപ്പോൾ അതിൻ്റെ ഫിസിക്കലും അതിൻ്റെ ശാരീരികമായിട്ടുള്ളൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അതിനും മെനക്കെട്ടിട്ട് ആണ് ഷൂട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പടമാണ്. ഫൈറ്റ് ആയാലും അതിൻ്റെ ഓരോ സീനുകളായാലും എല്ലാ പടവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി കൂടുതൽ കാരണം ഇന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ എൻ്റെ വീരം എന്ന് പറയുന്ന മൂവി പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ജയരാജ് മൂവി. ആ ദിവസത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ഫസ്റ്റ് മൂവി തന്നെ. കാരണം ഒരു വ്യത്യസ്തമായൊരു സംഭവം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എങ്ങോട്ട് എത്തും, ആൾക്കാരിൽ എങ്ങനെ എത്തും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം സന്തോഷമായി. നല്ല അഭിപ്രായം കേൾക്കുന്നു. നന്നായിട്ട് വരുന്നു വിചാരിക്കുന്നു. താങ്ക് യു. ബേസിലായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ മരിച്ചു കഴിഞ്ഞ് കിടക്കുന്ന ശേഷമാണല്ലോ. പിന്നെ അത് അദ്ദേഹത്തിന് ഞാൻ ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിന് എൻ്റെ സീനില്ലെങ്കിൽ കൂടി ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സൗബിക എല്ലാവരുമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടുള്ളൊരു വർക്കാണ്. അല്ലാണ്ട് ഒരാളൊരു വർക്ക് ചെയ്തു പോവുക അങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുക അങ്ങനെയല്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ സെറ്റിലായാലും കാരവനിലോ അങ്ങനെയൊന്നും പോയിരിക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. എപ്പോഴും ഷൂട്ട് തീരുന്നവരെ ഒരുമിച്ചുണ്ടാവും. അപ്പം ഒരു രസകരമായിട്ട് ഒരു ഇതായിട്ടാണ് പോയിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നമ്മൾ ചെയ്തത് നല്ലതാണെങ്കിലും വന്നിട്ട് അപ്പം തന്നെ വന്നിട്ട് നല്ലതെന്ന് പറയും. എന്തെങ്കിലും മാറ്റം വരുത്താനെങ്കിലും പറയും. അങ്ങനെയുള്ളൊരു ടീം വർക്കാണ്. അടിപൊളിയായിരുന്നു. സന്തോഷം. പടം ഇഷ്ടപ്പെട്ടോ? എനിക്കറിയില്ല. മാർക്കും അടിപൊളിയായിട്ട് പോയെന്ന് പറഞ്ഞു. ഉണ്ണീൻ്റെ ഒരു ബെസ്റ്റ് പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനും ഒരു ക്യാരക്ടറിൽ അടിപൊളിയാണ്. നന്നായിട്ട് വരട്ടെ. വിളിക്കുവാനും പോവും. തീർച്ചയായിട്ടും സന്തോഷം. ഏതോ ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അങ്ങനെയല്ല. ഞാൻ ARMൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് ജിതിൻലാലിൻ്റെ ഒരു പടമായിരുന്നു. എനിക്ക് ഭയങ്കര അതുപോലൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അതും 100 ദിവസം 100 കോടിയൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണിത്. ഇതും അതുപോലെ അടിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, ആഗ്രഹം. അടിക്കട്ടെ. മലയാള പടമൊക്കെ നന്നായിട്ട് കയറി അങ്ങ് വരട്ടെ. ഭയങ്കര രസമല്ലേ? ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന, എല്ലാവരും റിലീസിൻ്റെ അന്ന് തന്നെ എല്ലാവരും വാച്ച് ചെയ്യുന്നൊരു നമ്മളെ ഇൻഡസ്ട്രി അങ്ങനെ ആയില്ലേ? അത് തന്നെ വലിയൊരു കാര്യമല്ല. അതിൽ ഒരു ആളാവാൻ പറ്റിയത് എനിക്ക് സന്തോഷം. എന്താ പറയുക, സന്തോഷം. ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായതിൽ വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ജോണറിലുള്ളൊരു പോക്കാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അത്. പിന്നെ നമ്മളിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടതല്ലോ, ആൾക്കാർ പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം കരിയറിലൊരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത്യാവശ്യം നല്ല സ്ക്രീൻ പ്രസൻസും ഉണ്ടായി. ഇനി ബാക്കി സുഹൃത്തുക്കളൊക്കെ പറയട്ടെ. സന്തോഷം. താങ്ക്സ്. ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ല, ഞാനിപ്പോൾ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ നമുക്ക് നേരത്തെ അതിൻ്റെ ഭാഗമായതുകൊണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ഞാനങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഓവറോൾ മൂവി കണ്ടപ്പോൾ എൻജോയ് ചെയ്തു. ഇനി പ്രേക്ഷകർക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതാ? അതെ, ആ ത്രില്ലർ ജോണറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഓൾറെഡി അതിനകത്ത് ഭാഗമായതുകൊണ്ട് നമുക്ക് ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഓഡിയൻസാണ് ഇനി പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവർക്ക് എങ്ങനെ ആ മൂവി ത്രില്ലിംഗ് ആയിട്ട് തോന്നിയ വർക്കായോ എന്നുള്ളത്. നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണുക. നല്ല സിനിമയാണ്. അത്യാവശ്യം നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പടം തന്നെയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമാവും. ഇപ്പോൾ സ്വന്തമായിട്ട് പറയാമല്ലോ, പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഓഡിയൻസ് നല്ല സപ്പോർട്ടുണ്ട് ഓൾറെഡി. പിന്നെ ആൾക്കാർ വന്ന് കയറട്ടെ, ഇതിൽ വിജയമാകട്ടെ. അല്ല, നല്ല മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഡിഫറെൻ്റായിട്ട് കണ്ടേക്കണത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഫസ്റ്റ് നമ്മളവിടെ പോയി കാണുമ്പോൾ പപ്പാനെ മനസ്സിലായില്ല. അത് സന്തോഷമുണ്ട്. നല്ല
എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു. കുറച്ചധികം ഡയലോഗ്സ് ഒക്കെ ഉള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ല. തോന്നി കണ്ടപ്പോൾ കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. കാരണം കുറേ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്ക്രീനിലെത്തിയപ്പോൾ ഒരു സന്തോഷം. ചോദിച്ചോ ഇല്ല അല്ല, ഞാൻ കുറച്ച് വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ നല്ലൊരു സിനിമ കണ്ടു, പ്രാവിൻകൂട് ഷാപ്പ്. ബേസിൽ ജോസഫിൻ്റെ ഗംഭീര പ്രകടനം, അതുപോലെ തന്നെ സൗബിനാണെങ്കിലും ചെമ്പനാണെങ്കിലും പിന്നെ ചാന്ദിനി ചേച്ചിയുടെ ഗ്ലാമർ പോലും നോക്കാണ്ട് കറുത്ത രൂപത്തിൽ എന്ന് വെച്ചാൽ ആ മേക്കപ്പിലൂടെ വന്ന് ഡാർവിൻ്റെ പരിണാമമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയ ചേച്ചിയാണ് ഈ ലുക്കിൽ വന്ന്. ഗംഭീരമാണ്. പിന്നെ അൻവർ റഷീദൊക്കെയാണ് ഈ നിർമ്മാണം. ജാടയില്ലാത്തൊരു അള്ളരാമേന്ദ്രന്റെ സെറ്റിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടാണ് ചേച്ചി. നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു തിരിച്ചുവരവാണ് ചേച്ചിക്ക്. ഇടക്കാലം കൊണ്ട് ഇനി നല്ല നല്ല വേഷങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ ഈ പണ്ട് നമ്മൾ ജാഗ്രത പടമൊക്കെ ഇല്ല, CBI ഒക്കെ കണ്ടു ഇരുന്ന പോലെ ഒരു മൂവിയാണത്. എന്താണ് സംഭവിക്കുന്നത്? കുറ്റാന്വേഷണ സിനിമയാണ്. പിന്നെ ഇതില് കാര്യം എന്ന് പറയുന്ന ഒരു സംവിധായകനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരു പുതിയ സംവിധായകൻ ശ്രീരാജ്. അദ്ദേഹം എന്താ പറയാ, ശ്രീരാജ് ശ്രീനിവാസൻ നല്ലൊരു സംവിധായകനാണ്. പ്രൊഡക്ഷൻ രീതി അദ്ദേഹം നല്ല സിനിമ നോക്കിക്കണ്ടാണ് പൈസ മുടക്കുള്ളൂ. അതുപോലെ ഈ സിനിമയും ഒരു ഗംഭീര സിനിമയായി മാറിയിരിക്കുകയാണ്. കാരണം എന്താ പറയാ, ത്രില്ലാണ്. കണ്ട എല്ലാവരും ഒരു അഭിപ്രായത്തിൽ പറയണം, നല്ല സിനിമയാണ്. ഇപ്പൊ നമ്മൾ പൊക്കി പറഞ്ഞതല്ല, കാരണം ബേസിലേട്ടനെ കളിയാക്കിയായിരുന്നു. പോലീസ് വേഷമൊക്കെ ഇവന് പറ്റുമെന്ന് ചോദിച്ചായിരുന്നു ചില കമന്റില്. പക്ഷെ പോലീസ് വേഷം എന്നല്ല, വില്ലൻ വേഷം എന്ത് ചെയ്യും. സൂക്ഷ്മദർശനിലെ കണ്ടില്ലേ നെഗറ്റീവ് ഒക്കെ ചെയ്തത്. പുള്ളി ഇനി വേറെ ലെവലാണ്. എന്തായാലും ഈ സിനിമ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. പോലെ ഏതാ എന്റെ പേര് അറിയില്ല. പ്രേമ സിനിമയില് പുള്ളി എല്ലാവരും പ്രേമത്തില് നമ്മളെ പറ്റിയും ഡീസന്റ് ആയിട്ട് വർത്താനം പറഞ്ഞു. കാരണം ടർബോന്റെ റിവ്യൂല് ജോസ് പെരേരക്കാണ് ആർക്കാണെങ്കിലും റിവ്യൂ പറയാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. നല്ല സപ്പോർട്ട്. കാരണം അതുപോലെ ആരും പറയില്ല, കാരണം അന്നൊരു വിവാദം ഉണ്ടായതാ. നമുക്ക് എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് ചിരിക്കാനുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എനിക്കറിയില്ല. ചിരിക്കാനുണ്ട്. ബേസിന്റെ കഥാപാത്രം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടും. ബൈക്ക് റൈസിംഗ് വേറെ ലെവലാട്ടോ പുള്ളി ചെയ്തത്. ബൈക്ക് റൈസിംഗ് പുള്ളി ഒറിജിനലായിട്ട് ചെയ്താ. എന്താ പറയാ, സ്റ്റെപ്പിന്റെ മുകളിൽ കൂടിയുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്. പുള്ളി തന്നെയാണ് ബൈക്ക് റൈസിംഗ്. ഡൂപ്പിനെ വെച്ച് ചെയ്തതല്ല, അതിൽ പുള്ളിനെ നമിക്കണം. ആ സിനിമയ്ക്ക് വേണ്ടി പുള്ളി പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഡൂപ്പിനെ വെച്ചാൽ പുള്ളി ഓടിക്കും, ബൈക്ക് ഓടിക്കും, അടിപൊളിയായിട്ട് ചെയ്തു. കട്ട് ചെയ്തല്ല എടുക്കുന്നത് പടം. ആ ബേസിൽ കാണിക്കുന്നുണ്ട്, ആ ഭാഗത്തൊക്കെ ബേസിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. അല്ല, ബേസിൽ ഓടിക്കുന്നുണ്ട്, വണ്ടി ഓടിക്കും. അത് അല്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ അത് അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഓടിച്ചെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയാണ്. സേഫ്റ്റി മുഖ്യമാണ്.